ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിവസവും ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. 95-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സങ്കീർത്തനക്കാരൻ ദൈവത്തെ ആരാധിക്കുന്ന ഓരോ വ്യക്തികളോടും ആഹ്വാനം ചെയ്യുകയാണ്, വരിക, വരുവിൻ, നമുക്ക് യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. ലോകത്തിലുള്ള ആളുകളും ജാതീയ ദേവന്മാർക്ക് വേണ്ടി അവർ കൂടി വന്ന് ഉല്ലസിക്കുകയും ഘോഷം മുഴക്കുകയും ചെയ്യുന്ന ഒരു ലോക വ്യവസ്ഥിതിയിൽ നാം ജീവിക്കുമ്പോൾ, ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ മഹാദൈവമായിരിക്കുന്ന, 6-ാമത്തെ വാക്യത്തിൽ നമ്മെ നിർമ്മിച്ച വലിയവനായ ദൈവം, ആടുകളെപ്പോലെ നമ്മെ മേയ്ക്കുന്ന ഒരു ദൈവം, മാത്രമല്ല സകലത്തെയും അവന്റെ ശക്തിയുള്ള വചനത്താൽ അവിടുത്തെ കൈകളിൽ വഹിക്കുന്ന ഉന്നതനായ ദൈവം. ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികളായിരിക്കുമ്പോൾ, നാം ഇന്ന് രാവിലെ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് മഹാദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓരോ ആരാധകനെയും ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ വരണം, വന്ന് യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. രണ്ടാമതവിടെ പറയുന്നത്, അവിടുന്ന് സൃഷ്ടാവായതുകൊണ്ട് നാം അവനെ ആരാധിക്കണം. 1-ാമത്തത് സൃഷ്ടാവായ ദൈവം. 2, അവിടുന്ന് രക്ഷയുടെ പാറയാണ്. രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. രക്ഷയുടെ പാറ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മരക്ഷയുടെ ഉറപ്പും പ്രത്യേകതയുമാണ് നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നത്. അവിടുന്ന് രക്ഷയുടെ പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ലോകത്തിലും അനേക പാറകളുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അവരുടെ പാറ പോലെ അല്ല നമ്മുടെ പാറ എന്ന് നമ്മൾ ആവർത്തന പുസ്തകം ഒടുവിലത്തെ അധ്യായങ്ങൾ വായിക്കും. നമ്മുടെ പാറയുടെ പ്രത്യേകത, അവിടുന്ന് രക്ഷയുടെ പാറയാണ്. നമ്മെ നിർത്തിയിരിക്കുന്ന ഉറപ്പുള്ള പാറയാണ് ക്രിസ്തു. അതുകൊണ്ട് നാം നമ്മുടെ സൃഷ്ടാവായ രക്ഷയുടെ പാറയായ ക്രിസ്തുവിനെ ഇന്ന് രാവിലെ ആരാധിക്കുന്നു, ഉല്ലസിക്കുന്നു, ആർപ്പിടുകയാണ്. നാം എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്? സ്തോത്രത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോട്. സ്തോത്രം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്. അധരഫലം എന്ന സ്തോത്രയാഗം. സ്തോത്രത്തോടെ സന്നിധിയിൽ വരിക എന്ന് പറയുമ്പോൾ, എവിടുന്നാണ് ഈ സ്തോത്രം നമ്മൾ പറയേണ്ടത്? അധരത്തിൽ നിന്ന് വരുന്ന സ്തോത്രം, ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് അധരത്തിലൂടെ ഒഴുകുന്ന അധരഫലമെന്ന സ്തോത്രയാഗം. മാത്രമല്ല, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഇന്ന് രാവിലെ നാം യഹോവയുടെ സന്നിധിയിലേക്ക് വരികയാണ്. നാം അവിടുത്തെ സന്നിധിയിൽ വരുമ്പോൾ വീണ്ടും പറയുകയാണ്, വരുവിൻ,
6-ാമത്തെ വാക്യം, നാം വണങ്ങി നമസ്കരിക്കുക. അതാണ് ആരാധനയുടെ ഏറ്റവും ഉന്നതമായ ചിത്രം. നാം അവിടുത്തെ സന്നിധിയിൽ വന്ന് നിൽക്കുക എന്നുള്ളതല്ല, നാം വണങ്ങി, നാം അവിടുത്തെ നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സൃഷ്ടാവെന്ന നിലയിലും നമ്മളെ പാപത്തിൽ നിന്നും നാശത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമുക്ക് ആത്മരക്ഷ തന്ന രക്ഷയുടെ പാറ എന്നുള്ള നിലയിലും നാം അവിടുത്തെ നാമത്തെ ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് രാവിലെയും സൃഷ്ടാവായ രക്ഷയുടെ പാറയ്ക്ക് ഉടമസ്ഥനായ പിതാവായ ദൈവത്തെ അവിടുത്തെ പുത്രൻ മുഖാന്തരം നാം ആരാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ നാം ആരാധിക്കുമ്പോൾ നാം അവിടുത്തെ കയ്യിലാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. ഉറപ്പേറിയ ഒരു സങ്കേതം. നമ്മൾ എത്ര ധന്യരാണ്, നമ്മുടെ ജീവിതം എത്ര മഹത്വകരമാണ്, എത്ര ഉന്നതമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ രക്ഷയുടെ മഹാത്മ്യം എത്ര വലുതാണ്. അനേകർ ആ രക്ഷയെ മനസ്സിലാക്കാതെ തെറ്റി ഒഴിഞ്ഞു ജീവിക്കുമ്പോൾ നാം ഇന്ന് രാവിലെയും സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്ന് നമ്മുടെ രക്ഷയുടെ പാറയായിരിക്കുന്ന യഹോവയ്ക്ക് ആർപ്പിട്ട് നാം അവനെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം. ക്രിസ്തുവിന്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളെ നമുക്ക് ഓർക്കാം. മഹത്വവാനായ ദൈവത്തെ സഭാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ അവദാനങ്ങളെ കീർത്തിച്ച് എല്ലാ മഹത്വവും സ്തുതിയും ആ പാദപീഠത്തിൽ നമുക്ക് അർപ്പിക്കാം. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.